എങ്ങനെ ഷിർക്ക് വന്നു അതൊന്ന് പഠിക്കണം. മനുഷ്യ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഷിർക്ക് വന്നത്? അള്ളാഹു ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കിയിട്ട് ഭൂമിയിലേക്ക് ഇട്ടതാണോ? നമ്മളങ്ങനെ വിചാരിച്ചു. കുറേ മതങ്ങൾ മനുഷ്യന്മാരുടെ കൂടിയിട്ട് ഒരു മതം ഉണ്ടാക്കിയതാണോ? കുറെ ആൾക്കാർ ജനിക്കുമ്പോൾ കാഫിറായി ജനിച്ചു, കുറെ ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമായിട്ട് ജനിച്ചു. ഈ കാലഘട്ടത്തിലുള്ള പോലെ അത് ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് തൗഹീദും ഷിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയും. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹാബി പറയാണ്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആന്റെ വ്യാഖ്യാനം ഈ ഉമ്മത്തിൽ ഏറ്റവും അറിയുന്ന ആളാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സഹാബിയാണ്. ഖുർആന്റെ എല്ലാ വ്യാഖ്യാനവും അറിയാം. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന് വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആന്റെ ബറക്കത്താണ്. അങ്ങനെയുള്ള സഹാബി പറയാണ്, കാന ബൈന നൂഹിൻ വആദമ 10 ഖുറൂൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ ജീവിച്ചിരുന്നു. 10ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് വരുന്നത്. കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്, ആ 10 തലമുറ എല്ലാവരും എന്തായിരുന്നു? ഹക്കിലായിരുന്നു, തൗഹീദിലായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ എന്ത് ചെയ്തു? ഭിന്നിച്ചു. ഫബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, ആ ഭിന്നിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത്, നൂഹ് നബി അലൈഹിസ്സലാമിനെ റസൂലായിട്ട് നിയോഗിച്ചത്. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്? നബി റസൂൽ അല്ലെ? നബി എന്നും പറയാണ്ട് റസൂൽ എന്നും പറയണ്ട. വ്യത്യാസം രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മൂസ നബി അലൈഹിസ്സലാം റസൂലാണ്, ഹാറൂൻ നബി അലൈഹിസ്സലാം നബിയാണ്, ഈസാ നബി അലൈഹിസ്സലാം റസൂലാണ്, പിന്നെ ഷുഐബ് നബി അലൈഹിസ്സലാം നബിയാണ്, അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം റസൂലാണ്. അങ്ങനെ എല്ലാ റസൂലും നബിയാണ്. പക്ഷെ എല്ലാ നബിമാരും ആരല്ല? റസൂലല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ശരീഅത്ത് ഉണ്ടാവും, ഒരു ദീൻ ഉണ്ടാവും. ആ ശരീഅത്തിലേക്കാണ് ജനങ്ങളെ ദഅവത്ത് ചെയ്യുക. അവർക്ക് കിതാബ് ഉണ്ടാവും, ആ ശരീഅത്തിലേക്കാണ് ദഅവത്ത് ചെയ്യുക. നബിമാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്, നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന് തർബിയത്ത് കൊടുക്കാനാണ് നബിമാർ. ഇപ്പൊ മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത് പുതിയ ശരീഅത്തിലേക്കാണ് മൂസ നബി അലൈഹിസ്സലാം ക്ഷണിച്ചത്, ദഅവത്ത് ചെയ്തത്. ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിലേക്കാണ് ക്ഷണിച്ചത്. അപ്പൊ ആ ബനൂ ഇസ്രായേലിനെ തർബിയത്തിന് വേണ്ടിയിട്ടാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം വന്നത്. അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ എല്ലാ റസൂലും ആരാണ്? നബിയാണ്. പക്ഷെ എല്ലാ നബിയും റസൂലല്ല. ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം. അപ്പൊ അതിന്റെ മുമ്പ് ഉള്ള ആൾക്കാരാണ്? നബിമാരാണ്. അവർ മുസ്ലിങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ളവരാണ്. അപ്പൊ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു, അവരുടെ കാഫിറുകൾ ഉണ്ടായിരുന്നില്ല, മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലിന്റെ ആവശ്യമില്ലാതിരുന്നത്. തിരിയുന്നില്ലേ? അപ്പൊ ആദ്യത്തെ ആദം നബി അലൈഹിസ്സലാം, ഷീസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, പിന്നെയാണ് നൂഹ് റസൂലായിട്ട് വന്നത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നബിമാരാണ്. കാരണം എന്തില്ല? റസൂലിന്റെ ആവശ്യമില്ല, പുതിയ ശരീഅത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഉള്ള ഇസ്ലാമിൽ അവർക്ക് തർബിയത്ത് കൊടുത്താൽ മതി. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യത്തെ 10 തലമുറ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു, തൗഹീദിലായിരുന്നു. പിന്നീടാണ് അവർക്ക് ശിർക്ക് സംഭവിച്ചത്. രണ്ടായി തിരിഞ്ഞു. ഒരു വിഭാഗം ഇസ്ലാമിൽ അവശേഷിച്ചു, മറുവിഭാഗം മുശ്രിക്കീങ്ങളായിട്ട് പോയി. എല്ലാവരും ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. പിന്നീടാണ് അവർക്ക് ശിർക്ക് സംഭവിക്കുന്നത്. ആദ്യമായി ശിർക്ക് സംഭവിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിൽ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അവരിൽ ചെന്ന് ദഅവത്ത് ആരംഭിച്ചു, തിരിച്ച് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവർ തൗഹീദിലായിരുന്നു, പിന്നെ മുശ്രിക്കായതാണ്, ശിർക്കിലേക്ക് പോയതാണ്. അവരെ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിച്ചു. അപ്പൊ അതിലുള്ള നേതാക്കന്മാർ അവർ പറഞ്ഞ വാക്കാണ് വഖാലു ലാ തദറുന്ന ആലിഹതകും. ആ നേതാക്കന്മാർ അണികൾക്ക് പറഞ്ഞു കൊടുക്കാണ്, ലാ തദറുന്ന ആലിഹതകും, അല്ലാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ ഇലാഹുമാരെ, നിങ്ങൾ ആരാധിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കരുത്, അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്റ.
5 ആൾക്കാരുടെ പേര് പറഞ്ഞു. അള്ളാഹുവിന് പുറമെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ആദ്യമായിട്ട് ഷിർക്ക് സംഭവിച്ച അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്യപ്പെട്ട ആ 5 ആൾക്കാരുടെ 5 ഇലാഹുമാരുടെ പേര് സൂറത്ത് നൂഹിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ 5 ആൾക്കാരായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പറയപ്പെട്ട 5 ആൾക്കാർ വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. ആരാണ് അവര്? ബിംബങ്ങളല്ല, ഇന്ന് കാണുന്ന ആൾക്ക് ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല, ഊഹങ്ങളിൽ ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല, അയാൾ വെറും കഥാപാത്രങ്ങളല്ല. അവർ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ മരിച്ചുപോയ മഹത്തുക്കളുടെ സാലിഹീങ്ങളുടെ പേരുകളാണത്. അപ്പൊ ആദ്യമായിട്ട് ശിർക്ക് നടന്നത് ആരോടെയാണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെ പേരിലൂടെയാണ്. ആ രംഗം എങ്ങനെയാണ് ഷിർക്ക് അവരിലേക്ക് വന്നത്? ഇവരിലൂടെ, ഈ മഹത്തുക്കളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ അഥവാ മുസ്ലിങ്ങളായ ആ വിഭാഗത്തിൽ എങ്ങനെയാണ് ഷിർക്ക് വന്നത്? അത് അബ്ദുല്ലാഹ് അബ്ബാസ് പറയാണ്, ഫലമ്മ ഹലക്കു, ആ മഹത്തുക്കൾ, ആ 5 മഹത്തുക്കൾ അവരിൽ ജീവിച്ചവരാണ്. ഫലമ്മ ഹലക്കു, അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ആ 5 ആൾക്കാരും മരണപ്പെട്ടവരെ ഖബറടക്കി. അതിനുശേഷം ശൈത്താന് ആ സമൂഹത്തിലേക്ക് വന്നു. എന്നിട്ട് അവരിങ്ങനെ മന്ത്രിച്ചു, അനിൻസുബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസാബ, ആ മഹത്തുക്കൾ ജീവിതകാലത്ത് ഇബാദത്തുകൾ ചെയ്തിരുന്ന സ്ഥലം, ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പിശാച് അവരെ മന്ത്രിച്ചു. എന്തിന്? അവർ അത്രയും അവരെ സ്നേഹിക്കുന്നുണ്ട്. ആ സമൂഹം ആ മഹത്തുക്കൾ അത്രയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം അത്രയും മഹത്തുക്കളാണ്, സ്വാലിഹ്യങ്ങളാണ്. അതെല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. സ്വാലിഹ്യങ്ങൾ ആ ജനത എന്ത് ചെയ്യും? സ്നേഹിക്കും, ആദരിക്കും, ബഹുമാനിക്കും. ആ ബഹുമാനം കുറച്ച് അധികമായതാ പ്രശ്നം, അധികമാകാൻ പാടില്ല. അപ്പം അവർ ഇബാദത്ത് ചെയ്ത ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ശൈത്താൻ അവരെ മന്ത്രിച്ചു. വസമ്മൂഹാ ബിഅസ്മാഇഹിം, ആ രൂപങ്ങൾ ഉണ്ടാക്കുകയും ആ രൂപങ്ങൾക്ക് അവരുടെ പേരുകൾ നൽകാനും പിശാച് പറഞ്ഞു. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഫഫഅലു, അവർ അത് ചെയ്തു. ഓരോ ആൾക്കാരുടെ വീട്ടിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ആ രൂപങ്ങൾക്ക് അവരുടെ പേരും നൽകി. ഫലം തുഅബദ്, അന്നൊന്നുമില്ല, ആ രൂപങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകളൊന്നും ചെയ്യപ്പെട്ടിരുന്നില്ല. രാവിലെയും വൈകുന്നേരം അവരിങ്ങനെ വന്ന് നോക്കൂ, അപ്പോൾ ഒരു സമാധാനം. അവർ മഹത്തുക്കളെ കാണുമ്പോൾ, സാലിഹ്യങ്ങളെ കാണുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം. രാവിലെ വരും, തിരിച്ചു പോകും, വൈകുന്നേരം വരും, കണ്ടിട്ട് തിരിച്ചു പോകും. ഹത്താ ഇദാ ഹലക ഉലൈക, അങ്ങനെ ആ ഒരു തലമുറ കഴിഞ്ഞു, പുതിയൊരു തലമുറ വന്നു. ജനങ്ങൾ ഇങ്ങനെ കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ലേ. ആ ഒരു തലമുറ കഴിഞ്ഞ് പുതിയൊരു തലമുറ വന്നു. വതനസ്സഖൽ ഇൽമു, ഈ രൂപങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ആ പുതിയ തലമുറയിൽ ഇല്ലാതായി. ഇതെന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്? ഇവരാരാണ്? മഹത്തുക്കളാണെന്ന് അറിയാം, എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്? അതിന് ഉദ്ദേശം ഒന്നും അവർക്കറിയില്ല. ആ ഇൽമ് ഇല്ലാതായി. ഫഉബിദത്, അങ്ങനെ ആദ്യമായിട്ട് ഭൂമിയിൽ അവർക്ക് മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിച്ചു. അള്ളാഹുലേക്ക് എത്താൻ അവരോട് ചോദിച്ചു. ആ മഹത്തുക്കളിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് എത്താം എന്ന് പറഞ്ഞ് മഹത്തുക്കൾ മുമ്പിൽ നേർച്ചകൾ, വഴിപാടുകൾ നടത്താൻ തുടങ്ങി. ആ മഹത്തുക്കൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ തുടങ്ങി. ആ മഹത്തുക്കളോട് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ ബന്ധിപ്പിക്കണമെന്ന് ശഫാഅത്ത് തേടാൻ തുടങ്ങി. അവരോട് സഹായം ചോദിക്കാൻ തുടങ്ങി. അവരിൽ നിന്നും ബർക്കത്ത് പ്രതീക്ഷിച്ചു, അവരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യ സമൂഹത്തിൽ ശിർക്ക് കടന്നു വരുന്നത്. അല്ലാതെ ആരും പുതിയ മതം ഉണ്ടാക്കി അള്ളാഹു ഭൂമിയെ കിട്ടതല്ല. മറിച്ച് മുസ്ലിമീങ്ങൾ ആ മഹത്തുക്കളുടെ ഖബറിലൂടെ, അവരുടെ ആ ബിംബങ്ങളിലൂടെയാണ് ശിർക്കിലേക്ക് പോകുന്നത്.